അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചൈനീസ് സ്പെഷ്യൽ ഫുഡായിട്ടാണ്. എന്റെ സ്പെഷ്യൽ അല്ല, ഈ പൗഡർ നമ്മുടെ ഡിഷിലേക്ക് ആവശ്യമില്ല കേട്ടോ. മംഗലാപുരം റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയപ്പോൾ ഉമ്മ വാങ്ങിയൊരു പൗഡറാണിത്. ഈ പൗഡർ യൂസ് ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്താൽ എന്റെ മോനെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി വേറെ ഒരു പൊടിന്റെ ആവശ്യമില്ല. അല്ല, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറും. വേണ്ട. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ന്യൂഡിൽസ് ആണ്. ഇത് വേവുമ്പോഴത്തേ നമുക്ക് അടുത്ത പണി നോക്കാം. ഇനി വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതിന് ശേഷം ഒരു പാനിൽ ലേശം വെളിച്ചെണ്ണ, ലേശം ബട്ടർ, അതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളിന്റെ മിക്സ് ആഡ് ചെയ്യണം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും അടുത്തത് നമുക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച പ്രോൺസ് ആഡ് ചെയ്യാം. ആക്ച്വലി ഇത് അത്ര ഹെവി ഫുഡൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അധികം മസാലകളുടെ ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് ലേശം ഉപ്പ്, കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇനി ഞാനൊരു പണിയെടുത്തില്ല നിങ്ങൾ പറയണ്ട. നേരത്തെ വേവിച്ച് വെച്ച നൂഡിൽസിലേക്ക് കുറച്ച് സോയാ സോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മുമ്പേ ഉള്ളൊരു സംശയം, സോയാ സോസിന്റെ ടേസ്റ്റ് എന്താണ്. അതിന്റെ അടുക്ക് നമ്മുടെ പ്രോൺസ് കൂടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി വേണ്ടത് സെയിം പാനിലേക്ക് തന്നെ ആവശ്യത്തിന് വെള്ളവും ലേശം സോയാ സോസും ആഡ് ചെയ്യാം. നമ്മൾ എത്ര നൂഡിൽസ് എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ വെള്ളം ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും ആഡ് ചെയ്യണം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പ്രോൺസും പിന്നെ നൂഡിൽസും ആഡ് ചെയ്യണം. നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മൾ നൂഡിൽസ് ഹാഫ് വേവിച്ചിട്ടുള്ളൂ. ഇനി ഇതിൽ കിടന്നിട്ട് വേണം ഫുൾ വേവ് ആവാൻ വേണ്ടിയിട്ട്. എനിക്കൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാനത് കുക്കറി ഷോയിലുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രശ്നമില്ല, ഉമ്മന്റെ ഒരു ആഗ്രഹമല്ലേ. ഇതേ കണ്ടോ, ഇനിയും ഞാൻ പണിയൊന്നും എടുത്തില്ല പറയണ്ട. ഇതിലേക്ക് ഇനി നമുക്ക് അടുത്തത് വേണ്ടത് സ്പ്രിംഗ് ഓനിയൻസ് ആണ്. എന്താ ഇതിന്റെ ആറ്റിറ്റ്യൂഡ്, ഇളക്കുന്നതിനും സ്റ്റൈലോ. സ്പ്രിംഗ് ഓനിയൻസ് ആഡ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ തുറക്കുമ്പോ ഉണ്ടല്ലോ വല്ല അടിപൊളി സ്മെല്ലിനും. ഞാൻ വിചാരിച്ചു ഈ അധികം മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റി സ്മെൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ആക്ച്വലി ഞാൻ ഇത് സെർവ് ചെയ്യുമ്പോൾ നല്ല കൺഫ്യൂഷനിലാണ്. കാരണം 2 പൊടികൾ മാത്രം ഇട്ടിട്ട് ഇതിൽ എന്ത് ടേസ്റ്റ് ഉണ്ടാവാനാ, എങ്ങനെ ഇത് കഴിക്കുക, അങ്ങനെ പല പല ഡൗട്ടുകൾ. അടുത്തിന്റെ സംശയം അതല്ല, ഉമ്മാക്ക് ഇത് ഇവിടുന്ന് കിട്ടി, അതും ഇന്നെ വെച്ച് പരീക്ഷിക്കാണോ, ഇതിന്റെ പേരെന്താ. എന്തായാലും പ്രശ്നമില്ല, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണാനൊക്കെ നല്ല രസമുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. ഇതൊക്കെ തന്നെ പോരെ ഒരു ഫുഡിന്. ഉമ്മ ആദ്യം തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് എന്റെ ശ്രദ്ധ മൊത്തം ഉമ്മന്റെ ഫേസിലേക്കാ. പാളിയണോ? ഇല്ലില്ല, ചിരിക്കുന്നു. എന്തായാലും ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. രസമില്ലെങ്കിൽ ഞാൻ രസമില്ല പറയുന്ന ആദ്യം പറഞ്ഞിട്ടുണ്ട്. രസം എന്താ തോന്നുന്നത്. പ്രോൺസ് എനിക്ക് എത്ര ഞാൻ തോന്നും. ചൈനീസ് ഫുഡ് ഇഷ്ടമാവുന്ന ആൾക്കാർക്ക് ഇഷ്ടമാവും. അങ്ങനെ ഭയങ്കര കുത്തണമൊന്നുമില്ല, ഒക്കെ മൈൽഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടമാവും. ചൈനീസ് ഫുഡ് ഞാൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. വലിയ രസമില്ലെന്ന് പറഞ്ഞു, നല്ല രസമുണ്ട്.